ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? നമുക്കെന്തായാലും നമ്മളെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്നും ഒരേ രീതിയിലുള്ള വീഡിയോ തന്നെ ആയിട്ട് എനിക്കും മടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. അങ്ങനെ ഇതാ പതിവ് പോലെ തന്നെ നമ്മളെ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റത്തെ പരിപാടി അറിഞ്ഞത് ചായ വെച്ചിട്ട് ഞാൻ മക്കളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസയിൽ. പിന്നെ കടലയാണ് കേട്ടോ. ഇന്ന് കടലക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി പോയിരുന്നതാണ് കേട്ടോ. കടലക്കറി ഞാൻ കടലയിൽ ഉള്ളി, പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തന്നെ ചപ്പാത്തിക്കുള്ള പൊടി ഒന്ന് വേഗം കുഴച്ചെടുക്കുകയാണ്. തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കാറ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി പറയാതെ പോകുമ്പോൾ ആരെങ്കിലുമായിട്ട് കമൻറ്റിൽ വന്ന് ചോദിക്കൂട്ടോ അതെങ്ങനെയാണ് ഒന്ന് പറയണേ എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലാണ് പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് മൊത്തത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പരത്തിയാൽ പിന്നെ അടുക്കളേൻ്റെ കോലം എന്താവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കൈയോടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കടല ചെറുതായിട്ടൊന്ന് അടി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്നുള്ള അറിയില്ല, വെള്ളം കുറഞ്ഞിട്ടാണോ എന്തോ ആവോ. അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഭാഗത്തു നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ചൊയ്യൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതാ കടലക്കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. കുറച്ച് കടല ഞാനൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുക, കുറച്ച് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ട് ആ എണ്ണയിൽ മൂപ്പിക്കുക. നമ്മളെ കറി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ചപ്പാത്തി ചുടുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചപ്പാത്തീൻ്റെ ഷെയ്പ്പൊക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്പ്പൊക്കെ ഇപ്പോൾ കുറച്ച് ലെവലായി വരുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് പരന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് അത്യാവശ്യം മോശമല്ലാത്ത നിലക്ക് മഴയും പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചിങ്ങമാസത്തിൻ്റെ അതേ സ്വഭാവം എന്തായാലും കാണിക്കുന്നുണ്ട്. ആ ഒരു ചിങ്ങമാസത്തിൽ ചെറിയ ചെറിയ മഴ എന്നല്ലേ പറയുക, അപ്പോൾ അതുപോലെ തന്നെ പെയ്തുകൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മക്കൾക്കൊക്കെ ചായ കൊടുത്തു. ഓരോ കൂടെ തന്നെ ഇരുന്ന് ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി വേഗം ചോറും കറിയാണ്. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ ഉപ്പേരിമലേക്കും ഇമലേക്കും ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഒരു സാമ്പാറും ഒരു ചോറും, മുട്ട എന്തെങ്കിലും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചില ദിവസം നമുക്കൊരു മടിയാണ്, ചില ദിവസം നല്ലൊരു ഉത്സാഹമായിട്ട് ആയിരിക്കും കേട്ടോ എല്ലാത്തിനും. അപ്പോൾ എന്തായാലും സാമ്പാറൊക്കെ വേവിച്ചു, അതും ഒന്ന് വറവിട്ടെടുത്ത് കറി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർന്ന് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ വേഗം അങ്ങോട്ട് ചോറ് വയ്ക്കാം. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പണി തീരലൊക്കെ കണക്ക് തന്നെയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.